വെൽക്കം. മൈൻഡ് നമുക്ക് ഹീൽ ചെയ്യാനായിട്ടും മൈൻഡ് പ്രോഗ്രാം ചെയ്യാനായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് നമുക്ക് ഫൊർഗീവ്നെസ്. ഫൊർഗീവ്നെസ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ഒരു മെഡിസിനായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെറ്റ് ഗോ ഓഫ് ഗ്രഡ്ജസ്, നമ്മളിലുള്ള ദേഷ്യങ്ങളും നമ്മളിലുള്ള ആങ്കറും ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫങ്ഷന് വരാതിരുന്നൊരു ഫ്രണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ മാത്രം ഉണ്ടായിട്ടുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഫൊർഗീവ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കാണ് അതുകൊണ്ടുള്ള ദോഷം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ല പക്ഷീനെ, കിളിയെ നമ്മൾ കൂട്ടിലിട്ട് അടച്ചേക്കുന്നത് പോലെയാണ്. അതിനെ നമ്മൾ ഫ്രീ ആക്കി വിടുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുത്താൽ നമ്മൾ അത്രയും ഫ്രീ ആയി കഴിഞ്ഞു. ഫൊർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവെഞ്ചിനെ അങ്ങ് റിലീസ് ചെയ്യുവാണ്. നമ്മളത് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം അതിനെ നമ്മൾ ലെറ്റ് ഗോ, ഉപേക്ഷിച്ച് കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന പീസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു റിറ്റാലിയേഷൻ ഇല്ല, നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു, എന്നാൽ പിന്നെ അവനിട്ട് തിരിച്ചു പറഞ്ഞ് കൊടുക്കുക, നോ. പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാനാണ് ഒരു അവസ്ഥ. ഓൾറെഡി കത്തുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഡീസലും കൂടെ കൊണ്ട് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അത് വേണ്ട. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റ് വരാൻ പോകുന്നതിന് നമ്മളൊരു ചെറിയ ബ്രീസാക്കി വിട്ടാൽ എങ്ങനെയുണ്ട്? പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള നീരസത്തിനെ നമ്മൾ മനസ്സിൽ കംപ്ലീറ്റ് ആ നീരസത്തെ ഡിസ്മിസ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു കയ്പിൻ്റെ അംശം കിടക്കുന്നതിന് പകരം മറ്റൊരാളിൻ്റെ മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും അത് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീടിന് നമുക്ക് പുറത്തോട്ട് കാണുന്ന വിൻഡോ ഒരുപാട് ഡസ്റ്റൊക്കെ പിടിച്ച് പുറത്തുള്ളത് വ്യക്തമാകാതിരുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോകും നമ്മളുടെ മനസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു നദിയിൽ വന്നഴിഞ്ഞ അഴുക്കുകളെല്ലാം, ഇപ്പോൾ പല അഴുക്കുകളൊക്കെ ഇപ്പോൾ വേനയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുപ്പി ഇങ്ങനെ ഒരുപാട് സാധനം എല്ലാം കിടക്കുമല്ലോ, അത് വലിയ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോകുമല്ലോ. പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിയർ വാട്ടർ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് പോകണം. നമ്മളിലുള്ള ഒരു ആങ്കർ, അതിനെ നമ്മൾ സൂതം ചെയ്ത് വിടുക, റീസ്റ്റോർ ചെയ്യുന്ന കാമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഒരു ചെറിയ വിഷമം വരുമ്പോൾ നമ്മൾ വിളിച്ചു പോകുന്നതിന് പകരം നമ്മളൊരു സ്മൂത്തായിട്ടുള്ളൊരു ബ്രീത്ത് എടുത്ത് വിടുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കെപ്പോഴും ഒരു ഹോട്ട് പാൻ, അതിലിട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ തണുക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്കൊരു ഒൾക്കാനോ ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അപകടം ഒഴിവാകുമല്ലോ എന്നതുപോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇമോഷണൽ പെയിൻ അവിടെ റിലീസ് ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വൂൺസ് ഹീൽ ചെയ്യുന്ന കാണാം. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ നേരത്തെ ഒരു സ്ത്രീ ക്ലാസ്സിൽ വന്നിരുന്നപ്പോഴത്തേക്കും അവരുടെ ഈ ശരീരമൊക്കെ അവർ സാരിയും കൊണ്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്ന കൂടെ അത് കൈയും കൂടെ സാരി കൊണ്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വിരലിൻ്റെ ഇടയൊക്കെ അഴുകിയതുപോലെ ഇങ്ങനെ പുണ്ണായിട്ടിരിക്കും രണ്ട് കയ്യിലും. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത്, നമ്മളങ്ങനെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തിന്മ ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും തിന്മ ചെയ്യാമല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഫൊർഗീവ് ചെയ്താൽ നിങ്ങളുടെ അസുഖം മാറും, മനസ്സിനും സുഖമാവും. ഇവർ പ്രോഗ്രാം ഇടയ്ക്ക് ബ്രേക്ക് ആയപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നു. ഒരു എൻ്റെ പ്രോബ്ലം സാറിന് എങ്ങനെ അറിയാം? എൻ്റെ ഭർത്താവ് എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞാൻ പല ദിവസം അയാൾക്ക് വിഷം കൊടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. അയാൾ ആ സമയത്ത് അയാൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടുള്ള മനസ്സമാധാനവും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് ഫൊർഗീവ് ചെയ്ത് നോക്കിക്കേ. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഹസ്ബൻഡ് കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി. അനിയത്തി അവളെയാണ് വെച്ചേക്കരുതാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസറും വരും. പഠനങ്ങൾ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ഗ്രഡ്ജസ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ക്യാൻസർ കൂടുതൽ വരുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു ഫാമിലി ഡിസ്പ്യൂട്ടൊക്കെ വന്നു. അപ്പോൾ അത് വലിയ ഗൗരവമായിട്ട് എടുക്കാതെ പ്രശ്നമില്ലാതെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് സൂതനിങ്ങാണ്. അപ്പോൾ നമുക്കുള്ള ദേഷ്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് കളയുക. പിന്നെ നമുക്കിപ്പോൾ ഒരു വലിയ ഊണ്ട് വന്നു, അത് സൺലൈറ്റിൽ നമ്മൾ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹീൽ ചെയ്യും.
എന്നതുപോലെ നമുക്കൊരു സൂതിങ് ഫീലിംഗ് കൊടുക്കാൻ പറ്റും. ഈ പാസ്റ്റിനെ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് സ്വീകരിക്കുക, ഒരു റെസിസ്റ്റൻസും ഇല്ല, അത് സംഭവിച്ചു. പക്ഷെ അവിടെ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം പറയാം. നിങ്ങളുടെ ലൈഫിലും എൻ്റെ ലൈഫിലും നമുക്ക് ഏറ്റവും വന്നിട്ടുള്ള കഠിനമായിട്ട് വന്നിട്ടുള്ള വേദനകൾ നമ്മൾ അവിടേക്കൊന്ന് നോക്കുമ്പോൾ ആ വേദനകൾ, ആ മുറിവിൽ കൂടിയാണ് നമുക്ക് ജ്ഞാനം കയറിയിട്ടുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകുക. നമുക്ക് ആ വേദന തന്നില്ലായിരുന്നെങ്കിൽ, ആ പ്രശ്നം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേങ്കിൽ നമ്മൾ ആ ജീവിതം കംപ്ലീറ്റ്ലി മാറാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സംഭവത്തിൽ അതിൽ കൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ നടത്തിയ ഒരു പ്രോജക്റ്റ് ഫെയിലായിപ്പോയി, നമ്മളതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തോ പഠിക്കാനുണ്ടല്ലോ, മനസ്സിലാക്കാനുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തോ നമ്മൾ വായിച്ച് തീർന്നൊരു പുസ്തകം, ഒരു ചാപ്റ്റർ പോലെ നമുക്ക് തോന്നും. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റോറി നമുക്ക് ഓൺ ചെയ്യണം. നമ്മുടെ പാസ്റ്റ് സ്ട്രഗിള് അത് ഗ്രോത്തിലേക്കൊരു പന്താവാണ്. അപ്പോൾ എല്ലാ പരാജയങ്ങളും ഒരു ലേണിംഗ് ലെസണാണ്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ വേദനകൾ കൊണ്ട് നമ്മൾ എൻറിച്ചഡായ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയത്തില്ലേ, നമ്മൾ എറിഞ്ഞ കല്ലുകളെല്ലാം പിടിച്ചെടുത്ത് നമ്മളതുകൊണ്ട് കൊട്ടാരം ഉണ്ടാക്കിയെന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സമാധാനവും ശാന്തിയാണ് കോൺഫ്ലിക്റ്റിൻ്റെ മുകളിൽ നമ്മുടെ പ്രിഫറൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ റെസ്പോണ്ട് കാമിലി, ആരൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും വളരെ കാമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ സ്മൈല് ചെയ്തുകൊണ്ട്, ആർഗ്യൂ ചെയ്യുന്നതിന് പകരം സ്മൈല് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മളെന്താണ് ഒരു ചെറുതായിട്ട് വന്ന് ഇളവയിൽ കൊള്ളുന്നൊരു ഫീലിങ്ങോട് കൂടിയായിരിക്കണം. ഓക്കെ, എത്ര കെയോസിനകത്ത് എത്ര പ്രശ്നത്തിൽ നിന്ന് ആ പ്രശ്നം നമ്മളെ ഉയർത്തും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അവിടെ നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരുടെ വിവരം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ട് വിത്ത് കൈൻഡ്നെസ്, കമ്പാഷൻ. അപ്പോൾ നമ്മൾ ഹർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരി, അന്നേരം പോലും നമ്മൾ കമ്പാഷനോട് കൂടി പെരുമാറുക. നമ്മളെ ഒരാൾ ഇഗ്നോർ ചെയ്ത ആളെ ഓർത്ത് നമ്മൾ വിഷമിക്കാതെ നമ്മളതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി പോവുക. അപ്പം അത് നമുക്കൊരവസരം തരുന്നുവെന്ന് ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ അവർക്കൊരു പൂച്ചെണ്ട് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക, ഒരു ബൊക്കെ കൊടുക്കുന്നതായിട്ട്. അപ്പോൾ ഭയങ്കരമായ രാത്രിയുള്ള സ്ഥലത്താണ് നമ്മളവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, നമ്മളവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ലവ് ആൻഡ് പോസിറ്റിവിറ്റി. അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഊൺസൊക്കെ പയ്യെ ഹീൽ ചെയ്യാൻ തുടങ്ങും, വാമാകാൻ തുടങ്ങും. അപ്പോൾ ഒരു ഡിസഗ്രിമെൻറ്റിന് ശേഷം ഹഗ് ചെയ്ത് പിരിയുക പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ വലിയ മനസ്ഥിതിയാണ്. കയ്പുള്ളത് കുടിക്കുന്നതിന് പകരം നമ്മൾ ഹണിയല്ലേ സ്വീകരിക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ ഹൃദയം ഒരു റോസിനെ പോലെ വിരിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടാലോ? നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അതുവഴി നമുക്കുണ്ടാകുന്ന ഗ്രോത്തിനെ കുറിച്ച് ചിന്തിച്ചാലോ? പിന്നെ ഒരു ഇൻസൾട്ട്, ഹർട്ട്, പ്രയാസം, അതിനെ നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മരുന്ന് പോലെ നമുക്കൊരു തെറാപ്യൂട്ടിക് ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാലോ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ഗാർഡനിലേക്ക് കയറിയത് പോലെയോ, ഇല്ലെങ്കിൽ നമ്മളെ മുറിവിനെ നമ്മൾ കഴുകി കെട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്താലോ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരുന്ന അവസരം അതിനെ ലേൺ ചെയ്യാനും ഗ്രോ ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആകാനും അതിൽ നിന്ന് വിസ്റ്റം എടുക്കാനും നമുക്ക് ആ പെയിനെ തന്നെ ഒരു വിസ്റ്റമാക്കി മാറ്റാനും പിന്നെ ഒരു പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നൊരു പക്ഷേങ്കിൽ നമുക്കൊരു റഫായിട്ടുള്ള സ്റ്റോണിൽ നമുക്കൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ജെം സ്റ്റോൺ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതല്ലെങ്കിൽ നമുക്കൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു പൊങ്ങാനായിട്ടോ അതിൻ്റെ ചാരത്തിൽ നിന്ന് പറന്നു പൊങ്ങുന്ന പോലെയോ. പിന്നെ എപ്പോഴും നമുക്ക് ഈ ഫൊർഗീവ് ചെയ്യുമ്പോൾ സെൽഫ് ബ്ലെയിമും കൂടെ നമ്മൾ കളയുകയാണ്, അവരുടെ ഫ്ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ നമുക്കെന്തെങ്കിലും ഗിൽറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൂടെ നമ്മൾ വിട്ട് കളയുകയാണ്. നമ്മൾ ആ സ്ലേറ്റ് വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത്, ഇല്ലേ ബോർഡ് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ ഒരു ക്രാക്കായൊരു ഫ്ലവർ വേസിന് പകരം നമ്മളൊരു സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ വേസ് കൊണ്ടുവെക്കുന്ന പോലെ എപ്പോഴും മൂവ് ഫോർവേഡ്, നോട്ട് ബാക്ക്വേഡ്, എപ്പോഴും മുന്നോട്ട് നോക്കി പോവുക. അപ്പോൾ ഓൾഡ് ഹാർട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. അപ്പോൾ പുതിയ ഹോബികളും ഒക്കെ അപ്പോൾ ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം, അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ കൂടെ നടക്കുന്നതിന് പകരമായിട്ട് ചിന്തിക്കുക.
ഒരു നമ്മളൊരു കടലിലൂടെ പുതിയ ഹൊറൈസണിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പണ്ട് ഒരുപാട് പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണ് പരീക്ഷ നടക്കുമ്പോഴത്തേക്കും കുടുംബ വീട്ടിൽ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. അപ്പോൾ അവിടേക്ക് പോകാതെ വീട്ടിൽ തനിച്ചിരുന്നു. പക്ഷെ അവിടെ നോക്കാനായിട്ടൊരു റബ്ബർ ഷീറ്റൊക്കെ വെട്ടാനെന്നും ഒക്കെ നോക്കുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നു. അയാൾ ഈ കുട്ടീനെ രാത്രി കയറി പിടിച്ചു. അപ്പോൾ അയാളെ തള്ളിയിട്ടിട്ട് രാത്രിയിൽ ഈ കുട്ടി ഓടി 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 അടുത്ത വീട്ടിൽ തൊഴുത്തിൽ പോയിരുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ മുതൽ ഇതിന് ഈ ഇരുട്ടിനോട് ഭയങ്കരമായൊരു ഫോബിയ ഉണ്ടായി. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേഹം മുഴുവനും പെയിൻ വരിക, ശ്വാസം മുട്ടുക. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു 10-20 വർഷത്തോളം അവരത് അനുഭവിച്ചു. എല്ലാ ചികിത്സകളും ചെയ്തു. അപ്പോൾ ക്ലാസ്സിൽ വന്നത് സംസാരിച്ചത് മനസ്സിലാക്കിയപ്പം ഞാൻ അയാളോട് ഫോർഗീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വളരെ രൂക്ഷമായി. പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോർഗീവ് ചെയ്യാൻ തയ്യാറായതോടുകൂടി അവരുടെ ശാരീരിക സൊമാറ്റിക് ഇഷ്യൂസ് മൊത്തമായിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വിക്ടിംഹുഡ് എടുത്ത് കളയുക. അപ്പോൾ ആ പെയിനെ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മളത് റിലീസ് ചെയ്യുക. നമ്മളെ ബിട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ പഴയൊരു ഉടുപ്പൂരി കളയുന്ന പോലെ, കോട്ടൂരി കളയുന്നത് പോലെ, ഇല്ലെങ്കിൽ ബട്ടർഫ്ലൈ എങ്ങനെയാണ് അതിൻ്റെ കൊക്കൂടിനകത്ത് കിടന്ന് വളരെ പ്രയാസപ്പെട്ട് ശ്രമിച്ച് സ്ട്രഗിൾ ചെയ്താണല്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്നതുപോലെ നമ്മൾ ആ സ്ട്രഗിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ റീബിൽഡ് ചെയ്യുക. അതിൽ കൂടെ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓപ്പൺനെസ്. ഈ ആൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്ത് വന്ന് ഇതിന് മുഴുവൻ അപ്പോളജി പറയും, അതിൻ്റെ നേട്ടം. അപ്പോൾ ശക്തമായൊരു മെഡിസിനായിട്ട് നമ്മൾ ഫോർഗീവ്നെസ്സിനെ ഉപയോഗിക്കണം. അപ്പോൾ കാമായിട്ട് നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ണാടിയിൽ നിന്നും ഫോഗിനെ നമ്മൾ മാറ്റിക്കളയുന്നത് പോലെ, കണ്ണാടി ക്ലീൻ ചെയ്യുന്ന പോലെ, ഇനി നമ്മളില്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു വൻകരയായിട്ടുണ്ടായിരുന്നൊരു ബ്രിഡ്ജ് നഷ്ടപ്പെട്ടു പോയ ആ ബ്രിഡ്ജ് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുന്ന പോലെ, അല്ലെ ഹെൽത്തി ബൗണ്ടറീസ് അവരുമായിട്ട് സെറ്റ് ചെയ്തു. നമുക്ക് കൂടുതൽ പീസായി. ഇയാൾ കംപ്ലീറ്റ്ലി മോശക്കാരനാണെങ്കിൽ നമുക്ക് ഡിസസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ടോക്സിക് പീപ്പിളുമായിട്ട്, ടോക്സിക് റിലേറ്റീവ്സുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ലിമിറ്റ് ചെയ്യാം. പക്ഷേ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കരുത്. നമുക്ക് ചുറ്റും ഒരു ഫെൻസ് ഉണ്ടാക്കാമല്ലോ, ഗാർഡന്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വാള് തന്നെ ഉണ്ടാക്കാമല്ലോ, നമുക്കൊരു വലിയ ഉയരമുള്ള വാൾ തന്നെ ഉണ്ടാക്കാം. അവിടെ നമുക്ക് പ്രാക്ടീസ് പേഷ്യൻസ്. ഫോർഗീവ്നെസ്സിന് ടൈം എടുക്കും, പക്ഷേ എങ്കിൽ പോലും നമ്മളത് റീബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ അൺകണ്ടീഷണൽ ലവിന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഒരു സീഡ് സ്ലോലി സ്പ്രൗട്ട് ചെയ്ത് വരുന്ന പോലെ ആയിരിക്കും. ഇനി ഒരു റിവർ ഒഴുകി ശരിയായി പോകുന്നത് പോലെ വേണ്ടാത്ത കണ്ടാമിനേഷൻസ് മുഴുവൻ അവിടെ പോകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ വന്നാലും നമ്മൾ കൾട്ടിവേറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്. അപ്പോൾ അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ബിറ്റർനെസ്സിനെ എടുത്ത് കളഞ്ഞിട്ട്, അപ്പോൾ പലപ്പോഴും ഈ മുറിവിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് മെൻ്റലി പറയണം, അവരോട് നേരിട്ടല്ല, എന്നിട്ട് റീകൺസൈൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വല്ലാതെ വിഷമം നിൽക്കുമ്പോൾ നിങ്ങൾ പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കി സ്റ്റാറിനെയൊക്കെ വേണേൽ കൗണ്ട് ചെയ്യാം, ഡാർക്കർ സ്കൈയിൽ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഹൃദയത്തിലൊരു വലിയ സൂര്യോദയം പിറ്റേ ദിവസം നന്നായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാം. നിങ്ങളാണ് ഹീൽ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കഴിച്ചതുപോലെയാണ് നിങ്ങൾ ഇത് ചെയ്തതോടുകൂടി. അപ്പോൾ അവരുടെ ഉള്ളിലേക്കൊരു പ്രകാശം കൊടുത്തു, നിങ്ങളുടെ ഉള്ളിലേക്കൊരു ഹീലിംഗ് കൊടുത്തു, നിങ്ങൾ പൂർണ്ണമായിട്ടും ഭേദമായി. അപ്പം നിങ്ങൾക്കൊരു ദോഷം വരാനില്ല, അവർക്ക് മാത്രമേ ഇതുകൊണ്ട് ദോഷമുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്യുക. നമുക്ക് നന്നായി, നമുക്കതുകൊണ്ട് പ്രയോജനപ്പെട്ടു എന്നൊരു റീഫ്രെയിം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പാസ്റ്റിലുണ്ടായിട്ടുള്ള മുഴുവൻ മുറിവുകളും വേദനകളും പ്രയാസങ്ങളും ഫോർഗീവ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ ഈ നിമിഷത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവിടെ നമ്മൾ ഉയരാൻ തുടങ്ങുകയാണ്. ഓൾ ദി ബെസ്റ്റ്.